അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുമ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ. ഞാൻ പോൾ വർഗീസ് മേടമന. ഈ സമയം എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ കൂടിയും ദൈവവചനത്തിൽ കൂടിയും ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങളാണ്. ദൈവം ഒരു വ്യക്തിയോട് ഇടപെടുന്നത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലാണ്. ദൈവത്തിന് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം പ്രതിസന്ധിയാണ്. പ്രതിസന്ധി ഉള്ളപ്പോഴാണ് നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. അല്ലാതെ നന്മകൾ ഉള്ളപ്പോൾ മാത്രം നമ്മൾ ദൈവത്തെ സാധാരണ വിളിക്കാറില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുവാൻ അവസരം ലഭിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഏറ്റവും അനുഗ്രഹീയമായ ഒരു സന്ദർഭമാണ്. അതിൽ കൂടി നമ്മൾ ചില പാഠങ്ങൾ പഠിക്കുകയും നമ്മളെ തന്നെ ആത്മീയമായിട്ട് ഉണർത്തുകയും ദൈവവുമായിട്ട് നമ്മളെ അടുക്കുവാൻ ഉള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. നമ്മൾ ബൈബിളിൽ കൂടി പോവുകയാണെങ്കിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ തന്നെ എടുക്കുക. ഒരു കാലത്ത് ഏറ്റവും ആത്മീയനായിരുന്ന വ്യക്തി, യഹോവ പോലും ഒരു വ്യക്തിയെപ്പറ്റി ഇത്രമാത്രം ശക്തമായി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയ്യോബിൻ്റെ പുസ്തകം 1:8 വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും യഹോവ എത്ര ശക്തമായിട്ടാണ് ഇയ്യോബിനെ പറ്റി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അത്രയും നല്ലൊരു മനുഷ്യൻ ഇതേവരെ ഉണ്ടായിട്ടായിട്ട് പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നുവെച്ചാൽ അത് വേറൊരു വ്യക്തിയെപ്പറ്റി യഹോവ ഇത്രമാത്രം ശക്തമായിട്ട് നമ്മളോട് സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിക്ക് ഒരു ദിവസം സർവ്വതും നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സർവ്വസമ്പത്തും നശിക്കുന്നു, മക്കൾ ഒരുമിച്ച് മരിക്കുന്നു. അതുപോലെ ശരീരം മുഴുവനും വ്രണം വന്ന് അരിക്കുന്ന അവസ്ഥ വരുന്നു. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യ പോലും പറയുന്നു, നീ ഏറ്റവും സ്നേഹിക്കുന്ന ദൈവത്തെ പോലും തള്ളി പറയുന്ന ഒരവസ്ഥ അവിടെ കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്, ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, നമ്മുടെ പാപോ നമ്മുടെ എന്നൊക്കെ നമ്മുടെ ചിന്ത. പക്ഷേ യഹോവ ഇത്രയും ശക്തമായി സാക്ഷ്യം പറഞ്ഞ ഇയ്യോബിന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇയ്യോബിൻ്റെ പുസ്തകം 37:13 നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിൽ പറയുന്നത്, മലയാളം ബൈബിളിൽ പറയുന്നത്, ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടോ ദയക്കായിട്ടോ അവനത് വരുത്തുന്നു. മലയാളം ബൈബിളിൽ അത് തെറ്റായൊരു ട്രാൻസ്ലേഷനാണ്. അത് കിങ് ജെയിംസ് വെർഷനിൽ പറഞ്ഞിരിക്കുന്നത് ടു കറക്റ്റ് യുവർ സെൽഫ്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല, ക്രമീകരണം. നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുത്തുന്നു. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുന്നതിന്, നമ്മുടെ സ്വഭാവത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുന്നതിന്, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുത്തുന്നു. അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക, എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത്, ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ ഏത് രീതിയിലുള്ള ബന്ധമാണ് എനിക്കുള്ളതെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എൻ്റെ ഇടപാടുകൾ എങ്ങനെയാണെന്നും മനസ്സിലാക്കി അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു അവസരമാണ് ദൈവം നമ്മൾ അതിൽ നിന്ന് ഒരുക്കുന്നത്. രണ്ടാമത്, ദേശത്തിൻ്റെ നന്മ. ദേശത്തിൻ്റെ നന്മയെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളൊന്ന് ചിന്തിക്കണം.
ഞാനും എൻ്റെ കുടുംബവും എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നതുകൊണ്ട് ദേശത്തിന് എന്ത് നന്മയെന്ന് നമ്മൾ ചിന്തിക്കും. അവിടെയാണ് നമ്മുടെ സാക്ഷ്യം കയറി വരുന്നത്. നമ്മുടെ വലിയ അനുഭവങ്ങൾ കൂടി കടത്തിവിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളെ ഒരു വലിയ സാക്ഷിയായിട്ട് ദൈവം ഉയർത്തും. അത് അനേകരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അനേകർക്ക് അതൊരു ആശ്വാസമാവുന്നു. അനേകരെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വിടുതലുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ വളരെ പ്രശ്നങ്ങൾ കൂടിയും പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ അവസരങ്ങളുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ചു, എന്താ എൻ്റെ കർത്താവേ ഇത്രമാത്രം പ്രശ്നങ്ങൾ കൂടി എന്നെ കടത്തിവിടുന്നതെന്ന്. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ നന്മ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകും. ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങൾ കൂടി കടന്നുപോയ വ്യക്തിയാണ്. മാനസികമായ പ്രയാസങ്ങൾ കൂടി കടന്നുപോയ വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തെ ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്ക പറ്റിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റേത്. കഴുകൻ വളരെ ഉയരത്തിലാണ് തൻ്റെ കൂട് കൂട്ടുന്നത്. ആ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കീഴ്പോട്ട് നോക്കിയാൽ അത് കൂട് വിട്ട് പറക്കുകയില്ല. അപ്പോൾ തള്ള ചെയ്യുന്നത് എന്താ, ഈ കൂട് പൊളിച്ച് കുഞ്ഞുങ്ങളെ താഴത്തേക്ക് വിടും. അത് വളരെ ഉയരത്തിൽ നിന്ന്, ഈ കുഞ്ഞുങ്ങൾ വളരെ ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആവശ്യത്തിന് പപ്പും തോലുമില്ല. അത് പറക്കാനറിയാതെ കറങ്ങി തിരിഞ്ഞ് വാവിട്ട് കരഞ്ഞ് താഴത്തേക്ക് വരുന്ന അവസ്ഥ, എവിടെ പോയി പതിക്കുന്നു എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളെ അവസാനം ഭൂമിയിലടിച്ച് നശിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ കഴുകൻ തൻ്റെ ചിറക് വിടുത്തി തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് ഉയർത്തിക്കൊണ്ട് പോകുന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും വളരെ വളരെ പ്രശ്നമായ ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ, എല്ലാം തകർന്നു എന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഉയർത്തിയെടുക്കുന്ന പോലെ പോകുന്നുവോ അതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ ദൈവം ഉയർത്തി. അപ്പോൾ നമ്മുടെ അന്നൊക്കെ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എൻ്റെ കർത്താവ് ഇങ്ങനെ ഈ അനുഭവത്തിലൂടെയൊക്കെ പോകുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ നന്മ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ വലിയൊരു അനുഭവത്തിൽ കൂടി കടത്തിവിട്ട് വലിയൊരു സാക്ഷിയാക്കി അനേകരെ മരണത്തിൽ നിന്ന് ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കുന്നതിനും അനേകം തകർന്നിരുന്ന കുടുംബങ്ങളെ ഒരുമിക്കുന്നതിനും അല്ലെങ്കിൽ അനേകർക്ക് ആശ്വാസമായി തീരുന്നതിനും എൻ്റെ അനുഭവ സാക്ഷ്യം ഉപകരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേശത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ ദേശത്തെ അനേകർ നമ്മുടെ സാക്ഷ്യത്തിൽ കൂടി വിടുതൽ പ്രാപിക്കുന്നു. 3, ദൈവത്തിൻ്റെ ദയ എന്താ, നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ബാലശിക്ഷയിൽ കൂടിയാണ്. ഒരു പൈതലിനെ, ഒരു കുഞ്ഞിനെ ശിക്ഷിക്കുന്നത് അതിനെ കൊന്നുകളയാനല്ല, നന്നായി വളരണം. അതുപോലെ നമ്മളെയും ചില പ്രതിസന്ധിയിൽ കൂടി ദൈവം കടത്തിവിടുന്നത് നമ്മൾ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ദൈവത്തിന് ഇതിലൊരു ഉദ്ദേശമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ ദൈവം നമ്മളോട് ഇടപെടുന്ന വേറൊരു രീതിയിൽ കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഹോശേയുടെ പുസ്തകം 2:14 പറയുന്നു, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദ്യമായി സംസാരിക്കും. അവിടെ ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വരയും കൊടുക്കും. ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയെ സ്വാധീനിച്ച് മരുഭൂമിയുടെ അവസ്ഥയിലാക്കി ദൈവം സംസാരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തന്ന് ഒരു മരുഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് പലർക്കും അറിയാം. ഒരു നന്മയും ഇല്ലാത്തൊരവസ്ഥ, ഒരു നന്മയായിട്ടൊന്നും കാണാനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ ആക്കിയിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വചനം നമ്മൾ അനുസരിക്കാൻ തയ്യാറായാൽ അവിടെ മുന്തിരിത്തോട്ടങ്ങളെ തരുന്ന ദൈവം. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നന്മകളാണ്. നന്മ കുറേ പണമല്ല. എത്ര കോടി പണമുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും പ്രത്യാശയും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മെച്ചവുമില്ല. അപ്പോൾ ദൈവം നമുക്ക് തരുന്നത് മനസ്സിന് സന്തോഷവും സമാധാനവും പ്രത്യാശയും. ദൈവത്തെ സ്വന്തം രക്ഷിതാവും പിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന മാത്രയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമ്മാനമാണ് നമ്മുടെ മനസ്സിന് തരുന്ന ആ സന്തോഷം. അപ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും നമുക്കൊരു പ്രത്യാശയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ദൈവം വിടുവിക്കുന്നുള്ളത്. 2, പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വര. ആഖോർ താഴ്വരയൊക്കെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജോഷുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം വായിക്കണം. പണ്ടൊക്കെ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോകുന്നത് യഹോവയുടെ ആലോചന ചോദിച്ചിട്ടാണ്. ഏതെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ യഹോവയുടെ ആലോചന ചോദിക്കും, പോകാമോ
പോകാൻ പറ്റില്ല. അപ്പോൾ യഹോവ പറയും തീർച്ചയായിട്ടും പോകാവുന്നതാണെങ്കിൽ പോകാൻ പറയും, പോകണ്ടാത്തതെന്ന് പറയും. ഈ ഒരു പ്രത്യേക യുദ്ധത്തിന് ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയപ്പോൾ യഹോവയുടെ ആലോചന ചോദിച്ചു. യഹോവ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ വിജയിച്ചു വരും. പക്ഷേ അവിടെ 1-2 ക്ലോസുകൾ കൊണ്ട് വെച്ചു കൊടുത്തു. അവിടെ പോയി സർവ്വതും നശിപ്പിച്ചിട്ട് വരണം, ഒരു സാധനവും അവിടെ നിങ്ങോട്ട് എടുത്തുകൊണ്ട് പോരരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയി. അവിടെ അവർ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. വളരെയധികം പേർ കൊല്ലപ്പെട്ടു. തിരിച്ചു വരുമെന്ന് യഹോവയുടെ കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങി. നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ യുദ്ധത്തിന് പോയി, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നോ? യഹോവ പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പോയത്, പക്ഷേ നിങ്ങളൊരു വ്യക്തി ഞാൻ പറഞ്ഞതനുസരിച്ചില്ല. ആ വ്യക്തി അവിടെ നിന്ന് കുറേ സ്വർണ്ണമോ വെള്ളി എന്തെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ കണ്ടുപിടിച്ച് അവരെ കുടുംബമായിട്ട് കല്ലെറിഞ്ഞ് കൊന്ന് കത്തിച്ച് ഈ ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ പറഞ്ഞു. അങ്ങനെ ആഖാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചീട്ട് വീണു. അദ്ദേഹം ഇത് പറഞ്ഞ പോലെ അവിടെ നിന്ന് എന്തോ സ്വർണ്ണ വെള്ളിയെ കൊണ്ടുവന്ന് വീട്ടിൽ കുഴിച്ചിട്ടിരുന്നു. ആ വ്യക്തിയെ ആ ആഖോർ താഴ്വരയിൽ വെച്ച് ആ കുടുംബമായി അവരെ കല്ലെറിഞ്ഞ് അവരെ സർവ്വതും കല്ലെറിഞ്ഞ് കൊന്ന് തീയിട്ട് ആ ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞു തന്ന് ഇതിൽ ആഖോർ താഴ്വരയൊന്നും അല്ല പ്രശ്നം. നമ്മളിൽ കൂടിയോ നമ്മുടെ പിതാക്കന്മാരിൽ കൂടിയോ ഏതെങ്കിലും ശാപം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തെ സ്വന്തം രക്ഷിതാവും പിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന മാത്രയിൽ ആ ശാപത്തിൽ നിന്നും നമുക്ക് മോക്ഷം ലഭിക്കുന്നു. എന്തുകൊണ്ട്? യേശു നമ്മുടെ മോചനത്തിനു വേണ്ടിയും ശാപമോക്ഷത്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. ആ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും പിതാവും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ സർവ്വ പാപവും മോചിച്ചു ചേർന്നു, നമ്മുടെ ശാപവും നിന്നും നമുക്ക് മോക്ഷം ലഭിക്കുന്നു. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന പ്രോമിസസാണ്. എന്നുവെച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞു പോയാൽ ഒത്തിരി സമയമെടുക്കും. നിങ്ങൾക്ക് വചനമൊക്കെ അറിയാവുന്നവരായിരിക്കും. എന്നാലും 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 43:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ വെള്ളത്തിൽ കൂടി പോയാൽ അത് നിന്നെ മുക്കിക്കളയില്ല, തീയിൽ കൂടി പോയാൽ അത് നിന്നെ നശിപ്പിക്കില്ല, ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. തീയും വെള്ളവും പ്രതിസന്ധിയാണ്. വെള്ളത്തിൽ പോയാൽ നീന്തലറിയാവുന്ന മിടുക്കന്മാർ രക്ഷപ്പെട്ടു പോരും. അതേസമയം തീയിൽ കൂടി കടന്നു പോയാലോ അവിടെയും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രോമിസുകൾ. അപ്പോൾ ഈ പ്രോമിസുകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതേവരെ ആർക്കെങ്കിലും ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയിട്ടുണ്ട്, ഇനിയുള്ള പ്രോമിസുകളും നിറവേറ്റാൻ ശക്തനാണെന്നുള്ള ഉറപ്പ് നമ്മൾ ലഭിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ അല്പം ആത്മീയമായ വിഷയങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒന്ന്, നമ്മളെല്ലാവരും പല രീതിയിലുള്ള ദൈവത്തെ വിളിക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥമായി ദൈവത്തെ വിളിക്കുക, ദൈവവുമായിട്ട് നമുക്കൊരു പേഴ്സണൽ ബന്ധമുണ്ട് എന്നുള്ളത് ആവശ്യമാണ്. പലരും പല സ്ഥലങ്ങളിലുള്ള ദൈവങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥമായി ജീവിക്കുന്ന ദൈവത്തെ ഒരു പിതാവിൻ്റെ സ്ഥാനത്തുകൊണ്ട് വിളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യോഹന്നാൻ്റെ സുവിശേഷം 3:3 പറയുന്നുണ്ട്, നീ വീണ്ടും ജന്മം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. ഇവിടെ 10, 60 അല്ലെങ്കിൽ 100 വയസ്സ് വരെയൊക്കെ ജീവിക്കും. പക്ഷേ ഇത് കഴിഞ്ഞാണ് നമ്മുടെ നിത്യത ഉറപ്പാക്കുന്നത്. ആ നിത്യത ഉറപ്പാക്കുവാൻ തന്നിരിക്കുന്ന സമയമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം. ഈ സമയത്തിനുള്ളിൽ നമ്മൾ നിത്യത ഉറപ്പാക്കുന്നതിന് എന്താണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനീ പറയുന്നത്. യേശുവിൻ്റെ അടുത്ത് ഒരു വ്യക്തി പോയി നിക്കോദെമോസ് പോയി ചോദിക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടിയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജന്മം പ്രാപിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യം വീണ്ടും ജന്മം പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവ പൈതലായിത്തീരുക എന്നുള്ളതാണ്. ഒരു പിതാവിനോട് പുത്രൻ ചോദിക്കുന്ന അവകാശത്തോടു കൂടി ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ നമുക്ക് കിട്ടുന്ന പ്രാഗൽഭ്യമാണ് ആ പുത്രത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ജന്മം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കൂടാതെ നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുന്നതോടുകൂടി നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുക. നമ്മൾ ഒരു വ്യക്തി ഒരു കുഞ്ഞ് ഭവനത്തിൽ ജനിച്ചാൽ അതിൻ്റെ പേര് പോയി രജിസ്റ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ
ദൈവ പൈതലായി ഒരു വ്യക്തി തീരുന്ന മാത്രയിൽ സ്വർഗത്തിലുള്ള പുസ്തകത്തിൽ ആണ് എഴുതിയിരുന്നത്, ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത് നമ്മുടെ പേരെഴുതപ്പെടുന്നു. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 20:12 മുതൽ 15 വരെ വായിച്ചാൽ മനസ്സിലാകും, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് വ്യക്തിയെയും നരകത്തിൽ തള്ളിയിടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി നേരിടേണ്ടത് നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുക. അതോടുകൂടി നമുക്ക് ലഭിക്കുന്ന വീണ്ടും ജനനത്തോടുകൂടി നമുക്ക് ലഭിക്കുന്ന ആ അനുഭവത്തിന് അവകാശികളായി മാറുക എന്ന് വെച്ചാൽ മനസ്സിന് സന്തോഷവും സമാധാനവും പ്രത്യാശയും ലഭിക്കുന്നതോടുകൂടി ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള കൃപ ദൈവം തരും. കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ, കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. എൻ്റെ സ്വന്തം നാട് എറണാകുളം അടുത്ത് പിറവത്താണ്. ഞാൻ ജോലിയോടനുബന്ധിച്ച് ഏകദേശം 18 വർഷത്തോളം അമേരിക്കയിലും കാനഡയിലും ജീവിച്ച ശേഷം 1985 എറണാകുളത്ത് വന്ന് സ്ഥിരതാമസമാക്കിയ വ്യക്തിയാണ്. എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. അവരെ കേരളത്തിൻ്റെ കൾച്ചറിൽ വളർത്തുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. ഞാൻ വരുന്ന സമയത്ത് ഞാനൊരു മർത്തോമക്കാരനായിരുന്നു. മർത്തോമക്കാരായിരുന്നതിലും പള്ളിയിൽ പോകുന്ന സ്വഭാവമൊന്നുമില്ല. അന്നൊക്കെ ഞാൻ ചിന്തിച്ചത് മാന്യമായി ജീവിച്ച് മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് മുമ്പോട്ട് പോയാൽ സ്വർഗത്തിൽ പോകാമെന്നാണ്. അപ്പോൾ മാന്യമായിട്ട് ജീവിക്കാൻ പണം വേണം, അതിനുവേണ്ടി ഓടാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാം ഒക്കെ ഉണ്ടായ ഒരു സമയം, നല്ലൊരു ഭവനം എറണാകുളത്ത്, 1-2 ഫാക്ടറികൾ, 2-3 കാറുകൾ, മറ്റെല്ലാ സൗകര്യവും ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന മിക്കവാറും എല്ലാം ഉള്ള ഒരു സമയം. അന്നൊക്കെ ഞാൻ ചിന്തിച്ചത് എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ മിടുക്കുകൊണ്ടാണ് ഇതെല്ലാം കിട്ടിയെന്ന്. അതിൻ്റേതായ കുറേ അഹങ്കാരവും ഒക്കെ എനിക്കുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുവിടുക. അങ്ങനെ ഏകദേശം 10 വർഷത്തോളം ഞാൻ എറണാകുളത്ത് ജീവിച്ചു. 95 ആയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഉറക്കമില്ലാതെയായി. എൻ്റെ BP കൂടാൻ തുടങ്ങി. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ 2 യൂണിയൻ വന്നു. പിന്നെ ഒരു ബിസിനസ്സുകാരൻ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന സാമ്പത്തിക ഏറ്റക്കുറച്ചിൽ എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ ഉറക്കത്തിനും BP-ക്കും മരുന്നെടുത്തിട്ട് രാത്രി 11 മണിക്ക് ബെഡേ പോയാൽ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് വരും. പിന്നെ ഉറങ്ങാനൊക്കെയല്ല, മനസ്സമാധാനമില്ലാതെ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അനുഭവിച്ചിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം അതിൻ്റെ പ്രശ്നം. രാവിലെ 3 മണിയാകുമ്പോഴത്തേനും എൻ്റെ വൈഫിനെ തട്ടി എഴുന്നേൽപ്പിച്ച് ഞാൻ നടക്കാൻ പോകും. രാവിലെ 3 മണി മുതൽ രാവിലെ 6 മണി വരെ അങ്ങനെ നടന്നെൻ്റെ സമയം കളയും. രാവിലെ കുളിച്ചൊരുങ്ങി ഓഫീസിൽ പോവും. അങ്ങനെ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, നമ്മളിങ്ങനെയൊന്നും പോയാൽ പോരാ, നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകണം, നമുക്കൊരു പെന്തിക്കോസ് ആരാധനയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പെന്തിക്കോസുകാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു താല്പര്യമില്ലാത്തൊരു സമൂഹം. ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞ് എൻ്റെ വൈഫിനെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പെന്തിക്കോസ് ചർച്ചിൽ പറഞ്ഞു വിട്ടു. അത് പോയിട്ട് വന്നിട്ട് അവൾ പറഞ്ഞു, നല്ല ആരാധനയാണ്, നിങ്ങളും കൂടെ വരണം. ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പൊക്കോ, ഞാൻ വരികയെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ആഴ്ചകൾ കൂടി അവൾ പോയി കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു, ഇനി നിങ്ങൾ വരാതെ ഞാൻ പോയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് നീ പോകണ്ട, നീ വീട്ടിൽ ഇരുന്നതാണ്. വീണ്ടും 1-2 മാസമൊക്കെ കഴിഞ്ഞു. ഒരു സൺഡേ മോർണിംഗിൽ ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നുകയാണ്, ഗോ ടു എ പെന്തിക്കോസ് ചർച്ച്. ഞാൻ വിചാരിച്ചത് എനിക്ക് ഇഷ്ടമില്ലാത്തടത്ത് പോകാൻ ആരായി പറയുന്നതെന്ന്. ഞാൻ എൻ്റെ വൈഫിനോടൊന്ന് പറഞ്ഞു, അന്ന് നീ പറഞ്ഞ പോലെ പെന്തിക്കോസ് ചർച്ചിൽ പോകാം, നീ പോരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്രയും നാൾ നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ല, ഇനി തന്നെത്താനൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞു. അന്ന് അന്വേഷിച്ച് കേട്ട് ഒരു പെന്തിക്കോസ് ചർച്ചിൽ പോയി കയറി. അന്നത്തെ ആരാധന എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനുശേഷം വീട്ടിൽ 1 മാസം ബൈബിൾ ക്ലാസ് വെച്ച ശേഷം ഈ ബൈബിൾ പറയുന്ന സത്യങ്ങൾ ഇന്നതെന്ന് മനസ്സിലാക്കി 1996 ജൂൺ 2 കുടുംബമായി ഞങ്ങൾ സ്നാനപ്പെട്ടു. വീണ്ടും 2-3 ആഴ്ചയോടെ കടന്നുപോയി. ഞാൻ നോക്കുമ്പോൾ രാവിലെ 7:30 എൻ്റെ വൈഫ് വന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് ചായ തരണം, അതുപോലെ ഉറക്കം. BP നോക്കിയപ്പോൾ നോർമൽ. എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എൻ്റെ ബിസിനസ്സിൻ്റെ രംഗത്തുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെയുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അവിടെയുണ്ട്.
പക്ഷേ ഇതിൻ്റെ മധ്യത്തിലും എനിക്ക് ഉറക്കവും ലഭിക്കുന്നു, എൻ്റെ BP-യും കുറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഈ ദൈവത്തെ കണ്ടെത്തുമ്പോൾ, ഈ ദൈവത്തെ സ്വന്തം രക്ഷിതാവും പിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന മാതയിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ പ്രശ്നത്തെപ്പറ്റി ഞാൻ പറയിച്ചിട്ട് കാര്യമില്ല, അതെൻ്റെ ദൈവത്തിന് വിട്ടുകൊടുത്തു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്കെൻ്റെ BP നോർമലായതും എൻ്റെ ഉറക്കം നന്നായി ലഭിച്ചതും. ഇത് വലിയൊരു സത്യമാണ്, അനേർക്ക് അറിയാൻ പാടില്ലാത്ത സത്യമാണ്. ഞാനിനി പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ പ്രധാനമായി 4 അവസ്ഥകളിൽ ദൈവം പ്രവർത്തിക്കുന്നത് പേഴ്സണലായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തി കർത്താവിൽ പൂർണ്ണമായി സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ എത്ര ശക്തമായി ഉപയോഗിക്കുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി തന്നു. 2, ദൈവം എങ്ങനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നു. 3, അതിഭയങ്കരമായ സാമ്പത്തിക കടബാധ്യത നിന്ന് കർത്താവ് എങ്ങനെ വിടുവിക്കുന്നു എനിക്ക് മനസ്സിലാക്കി തന്നു. ഇത് ഈ 3 അവസ്ഥകളും ഒരുമിച്ച് അനുഭവിക്കുമ്പോഴുള്ള മാനസിക വ്യഥയിൽ നിന്നും ദൈവം നമ്മളെ എങ്ങനെ വിടുവിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ സത്യമുണ്ടല്ലോ, ഈ പറഞ്ഞില്ലേ, ഈ എൻ്റെ ഉറക്കം ആവശ്യത്തിന് കിട്ടിയതും അത് BP നോർമലായുള്ള ആ സത്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സമൂഹത്തെ ഒത്തിരി അലട്ടുന്ന വിഷയമാണ്. അനേകർ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഛിദ്ര ഉണ്ടാകുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഈ സത്യം നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ച് മനസ്സിലാക്കി കൊടുക്കാനൊരു അവസരം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് 1998 റെയ്നാർഡ് ബോങ്കയുടെ മീറ്റിങ്ങിന് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഞാൻ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ വിശ്വാസി വന്നിട്ട് 2 മാസങ്ങളായുള്ളൂ. ഞാൻ ബോങ്കയെ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ എന്താ പറയുന്നത്, അദ്ദേഹം വരണമെന്നുകൊണ്ട് എനിക്കാണെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ ആരെയും തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ പോകുന്ന ചർച്ചിലെ കുറച്ച് പേരെ അറിയാമെന്നല്ലാണ്ട് വേറെ അറിയാമില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയൊരു മീറ്റിംഗ് എന്നുള്ളതാണ്. അത് ചെറിയ കാര്യം എല്ലാവർക്കൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ദൈവമക്കൾ ഏതെങ്കിലും ഒരു വിഷയം ചെയ്യുമ്പോൾ അത് നമ്മൾ എയിം ചെയ്യേണ്ടത് ഏറ്റവും ഭംഗിയായി ചെയ്യുക, ഏറ്റവും വലുതായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ആഗ്രഹത്തെ മാനിക്കുന്നതാണ് നമ്മുടെ ദൈവം. അപ്പോൾ അതിന് നമുക്ക് സഹകരണം വേണം. അപ്പോൾ ഞാൻ ഇവിടെയുള്ള മറ്റുള്ളവരുമൊക്കെ ആയിട്ട് പെന്തക്കോസ്തിലെ നേതാക്കന്മാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അവരെല്ലാം വീട്ടിൽ വന്നു. ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് നമ്മൾ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ എനിക്കൊരു വിശ്വാസമുണ്ട്, ഏത് യാഗത്തിനും നമ്മുടേതായ മുടക്കില്ലെങ്കിൽ അതിൽ പ്രതിഫലമില്ല. സായിപ്പ് കുറേ പണം കൊണ്ടുവന്ന് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തിയാൽ അനുഗ്രഹം കൊണ്ട് സായിപ്പും പോകുന്നു, നമ്മൾ കുറേ പ്രസംഗം കേൾക്കുന്നു. ഇതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ചിലവിൽ ഈ മീറ്റിംഗ് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ചിലവാകില്ല. അവർ പറഞ്ഞു അവരുടെ പണം ഇല്ലാതെ അത് പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സായിപ്പ് പണം ഉണ്ടാക്കുന്നതെന്നും അവരെങ്ങനെ ജീവിക്കുന്നതെന്നും ഇതൊക്കെ ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിലൊക്കെ പല ഇരട്ടി മീറ്റിങ്ങുകളും നടത്താൻ നമ്മുടെ കയ്യിൽ ഇവിടെ പണമുണ്ട്, സാമ്പത്തിക കാര്യങ്ങളുണ്ട് ഇവിടെ, അത് നമ്മൾ മുടക്കണം. പക്ഷെ ആരും തയ്യാറില്ല. അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ എറണാകുളത്തുള്ള വസ്തുവിൽ 10 സെൻറ്റ് സ്ഥലം വിറ്റിട്ടാണെങ്കിലും ഞാൻ ഈ മീറ്റിങ്ങിന് തയ്യാറാണ്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, ഒരു റിസ്ക്കും ഇല്ല ആർക്കും. അവർ പറഞ്ഞു കമ്മിറ്റി ഫോം ചെയ്യണം. ഞാൻ പറഞ്ഞു ആയിക്കോ, എനിക്കിവിടെ ആരെ അറിയാൻ പറ്റില്ല, നിങ്ങൾ കമ്മിറ്റി ഫോം ചെയ്തു. കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു സാർ അതിൻ്റെ ജനറൽ കോർഡിനേറ്ററാണെന്നോ. ഞാൻ പറഞ്ഞു നോ. എന്താണെന്ന് വെച്ചാൽ ഈ മർത്തോമയിലാണേലും ഈ രഹസ്യമായിട്ട് പോലും പ്രാർത്ഥിച്ചിട്ടില്ല. പരസ്യമായിട്ട് 2 വാക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല, ഒരു സ്റ്റേജിൽ കയറി 2 വാക്ക് പറയാൻ പാടില്ല, അറിയാൻ പാടില്ല. ഞാൻ ഇത്രയും ആത്മീയ നേതാക്കന്മാരുടെ ഇടയിൽ വലിയൊരു പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷേ ആരോ ദൈവദാസന്മാരൊക്കെ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാറ് തന്നെ നടത്തണമെന്ന ദൈവാലോചനയെന്ന്. പക്ഷേ അന്നത്തെ എൻ്റെ അറിവനുസരിച്ച് ഈ ദൈവാലോചന എന്ന് പറഞ്ഞാലും എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്നെ ദൈവം എവിടെയൊക്കെയോ ഉപയോഗിക്കാൻ പോകാമെന്ന്. 96 വിശ്വാസി വന്ന് 2 മാസം കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു മോളും വൈഫും കൂടെ ഇസ്രയേൽ കാണാൻ പോയി. മനോരമ ടൂറിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവരെങ്ങനെയോ മനസ്സിലാക്കി ഞാൻ പെന്തക്കോസ്തുകാരനാണ്. എന്നും രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറയും പ്രാർത്ഥിക്കാൻ. ഞാൻ പെന്തക്കോസ്തുകാരനായിപ്പോയില്ലേ. എനിക്കാണെങ്കിൽ ഒരു 2 വാക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ശരിക്കറിയാൻ പാടില്ല. ഒരു വിധത്തിലൊക്കെ അവിടെ നിന്നൊക്കെ ഒപ്പിച്ച് ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യും. ഈ ബസ്സിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അവർ ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ ഞാൻ പറയുന്നതല്ലാണ്ട് ഇവരെന്തായി പറയണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടെ. എനിക്ക് ബൈബിൾ നോളജ് അത്രേ ഉള്ളൂ. ഒരു ദിവസം പോയപ്പോൾ കാർമേൽ പർവ്വതത്തിൽ പോയി പറയണു ഇവിടെയാണ് ഏലിയാവ് തീ ഇറക്കിയത്. എനിക്കാണ് ഏലിയാവ് ആരാന്നോ തീ എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ.
ഇതാണ് എൻ്റെ ബൈബിൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ജോർദാൻ റിവർ കാണാൻ പോവാം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ നാളെ അവിടെ പോകുമ്പോൾ എനിക്ക് സ്നാനപ്പെടണം, സാറ് തന്നെ സ്നാനം തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ സ്നാനപ്പെട്ടിട്ട് 2-3 മാസങ്ങളായിട്ടുള്ളൂ, അത് അവിടെ എൻ്റെ സൗകര്യമുണ്ട്, നമുക്ക് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു, നാളെ അവിടെ പോകുമ്പോൾ എനിക്ക് സ്നാനപ്പെട്ടിരിക്കണം, നിങ്ങൾ തന്നെ എനിക്ക് സ്നാനം തന്നിരിക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു പ്രതിസന്ധിയിലായി. നാട്ടിൽ എൻ്റെ പാസ്റ്ററോട് വിളിച്ച് ചോദിച്ചു, പാസ്റ്റർ എനിക്ക് സ്നാനം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, കൊടുത്തോ സാർ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഞാനതൊക്കെ ഫോണിൽ തന്നെ പാസ്റ്ററോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പിറ്റേ ദിവസം ജോർദാൻ റിവറിൽ ഒരു വ്യക്തിക്ക് സ്നാനം കൊടുക്കാൻ എൻ്റെ ദൈവം എന്നെ ഉപയോഗിച്ചു. അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കി എൻ്റെ ദൈവം എന്നെ എവിടെയൊക്കെയോ ഉപയോഗിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ആ ക്രൂസൈഡിൽ മുമ്പോട്ടിറങ്ങാൻ എന്നെ താല്പര്യപ്പെടുത്തിയ വിഷയങ്ങൾ. വളരെയധികം ആൾക്കാരുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലം ആയിട്ട് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ക്രൂസൈഡ് 98 ഓർഗനൈസ് ചെയ്യാൻ കർത്താവ് എനിക്ക് അവസരം ലഭിച്ചു. 4 ദിവസങ്ങളിലായി ഏകദേശം 12 ലക്ഷം ആൾക്കാർ ആ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്തു. ഏകദേശം 68 ലക്ഷം രൂപയോളം അതിൽ ചിലവായി. അതിൽ 64 ലക്ഷം രൂപയും മലയാളികളായ നമ്മളിൽ നിന്ന് റേസ് ചെയ്യാൻ അന്ന് കർത്താവ് അവസരമൊരുക്കി. വളരെയധികം ആൾക്കാർ വിടിവിക്കപ്പെട്ടു. ഞാനും ഒത്തിരി സന്തോഷിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കഴിവുമില്ലെങ്കിലും നമ്മൾ കർത്താവിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ എത്ര ശക്തമായിട്ട് ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നെന്ന് ആ മീറ്റിങ്ങിൽ കൂടി എനിക്ക് മനസ്സിലായി. ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ, ആ മാസം തന്നെ 3 വലിയ ആക്സിഡൻറ്റുകൾ എനിക്കുണ്ടായി. എൻ്റെ 3 കാറുകളും എഴുതി തള്ളുന്ന രീതിയിലുള്ള ആക്സിഡൻറ്റ്. ഈ 3 ആക്സിഡൻറ്റിലും ഞാനും എൻ്റെ കുടുംബവും അതുപോലെ വേണ്ടപ്പെട്ടവരും ഉണ്ടായിരുന്നു. കാർ 3 എഴുതി തള്ളിപ്പോയെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു വ്യക്തിക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റില്ല, ഒരു തുള്ളി രക്തം പോലും നഷ്ടപ്പെട്ടു. അതുപോലെ ദൈവം ഞങ്ങളെ കൈവെള്ളയിൽ സൂക്ഷിച്ചു. പിന്നെ നമ്മുടെ സമൂഹത്തിനൊരു പരാജയമുണ്ട്. ആരെങ്കിലും എന്തൊക്കെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചൊക്കെ കട്ടെന്ന് പറഞ്ഞില്ലെങ്കിലും സന്തോഷമില്ല. ഞാൻ വളരെയധികം തുക അതിൽ നിന്ന് കട്ടെന്നും ആ രീതിയിലുള്ള ഒരു പേരുദോഷത്തിനൊക്കെ ഇടയായി. അത് എന്നെ ഒത്തിരി ക്ഷീണിപ്പിച്ചു. എന്നുവെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടുമൊക്കെ അനുസരിച്ച് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നുവെച്ചാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാനഡയ്ക്കോ അമേരിക്കയോ തിരികെ പോയി ജോലി ചെയ്യണം, പണം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഒരു പെന്തിക്കോസ് മീറ്റിംഗ് നടത്തി അതിൽ നിന്ന് പണം ഉണ്ടാക്കേണ്ടതായ ഒരാവശ്യം എനിക്കില്ല. പക്ഷേ നമ്മുടെ ജനത്തിൻ്റെ ചിന്താഗതി അങ്ങനെ. പക്ഷേ എനിക്ക് പുറത്തിറങ്ങാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിൽ അതുകൊണ്ടേ എന്നുവെച്ചാൽ എറണാകുളത്ത് ഒരു പെന്തിക്കോസ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും അവിടെ പോകാൻ എനിക്ക് മടിയായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ കാണുന്നവർ എന്നെ ഒരു കള്ളനായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നതെന്നുള്ള ആ മാനസിക പ്രയാസം. പിന്നെ നമ്മളെ ചില അവസ്ഥകളിൽ ഈ പറഞ്ഞില്ലേ, ദൈവവും അതിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കും. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നടുവിനൊരു ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ ന്യൂറോ സർജനുണ്ട്, അദ്ദേഹം പറഞ്ഞു ഉടനെ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് അരയ്ക്ക് ഇവിടെ തളർന്നു പോകുമെന്ന് പറഞ്ഞു. അന്ന് വിശ്വാസി വന്ന സമയമായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു കുറഞ്ഞു. പക്ഷേ ഈ ക്രൂസൈഡിന് വേണ്ടി ഏകദേശം 1.5 വർഷത്തോളം രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. കേരളത്തിൽ എല്ലാ ഭാഗങ്ങളും തന്നെ പോയിന്നവർക്കാം. അതുപോലെ യാത്ര ചെയ്ത് അവസാനം ക്രൂസൈഡിൻ്റെ സമയമായപ്പോഴേ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ലാത്ത അവസ്ഥ, എവിടെയെങ്കിലും താങ്ങി പിടിച്ചൊക്കെ നിൽക്കണം. ക്രൂസൈഡ് കഴിഞ്ഞു. ഏക്കാലും ഓപ്പറേഷൻ പോകാൻ പറ്റിയില്ല. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇരിക്കാമെന്ന് വെച്ചു. ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ ഞാനൊരു 3 മാസം ആയുർവേദ ട്രീറ്റ്മെൻറ്റിലിരുന്നു. അതിശക്തമായ പഥ്യം, അതിശക്തമായ വേദന. അവസാനം ഓപ്പറേഷൻ തന്നെ പോകാൻ തീരുമാനിച്ചു. ഓപ്പറേഷൻ പോകുന്നതിൻ്റെ തലേദിവസം എൻ്റെ വൈഫും 2 മക്കളും കൂടെ എവിടെയോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിക്കുക. ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ ഒരു കസേരയിൽ ഇതുപോലെ പില്ലോ വെച്ച് ഇങ്ങനെ ഇരിക്കാം. എനിക്ക് അതിൽ കൂടുതലൊന്നും പറ്റുന്നില്ല. രാവിലെ ഒരു 10 ആയപ്പോൾ എൻ്റെ തല തിരിച്ച് ഡൈനിങ് ടേബിൾ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ ഡൈനിങ് ടേബിൾ തിരിച്ചിട്ടിട്ട് ഒരു ശവപ്പെട്ടിയിൽ എന്നെ കിടത്തിയിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി സീരിയസ്. ഞാൻ ദൈവസന്നിധി സമർപ്പിച്ച്, എൻ്റെ ദൈവമേ, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ വേലയും എൻ്റെ ബിസിനസ്സും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ചു. അത് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ വെച്ച് ആ തീരുമാനം ഒന്നുകൂടി പുതുക്കാൻ എനിക്ക് കർത്താവ് അവസരം ലഭിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു. 2-3 ദിവസം ICU കിടന്നു, റൂമിൽ വന്നു. ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട്, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് എന്നെ കിടത്തി വീട്ടിൽ വെച്ചു. ഞാനിവിടെ വന്ന് എൻ്റെ ലിവിങ് റൂമിൻ്റെ അവിടെ ഒരു കട്ടിലും ഇട്ട് ഒരു കമോഡും വെച്ച് അവിടെ കിടന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് കാല് പാരലൈസ് ആയിപ്പോയി, തളർന്നുപോയി.
അപ്പോൾ ഉടനെ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഇത് ഓപ്പറേഷൻ്റെ മുറിവിൽ ഒരു സ്കാർ വളർന്നിട്ട് ഒരു നെർവിനെ പ്രസ് ചെയ്തുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ കാല് തളർന്നു പോയത്. അത് സാരമില്ല, റിലീസ് ചെയ്ത് ഒന്നോട് ഓപ്പറേറ്റ് ചെയ്ത് റിലീസ് ചെയ്താൽ കാല് ശരിയായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത ഓപ്പറേഷൻ ഒരാഴ്ചക്കുള്ളിൽ. ഓപ്പറേഷൻ കഴിഞ്ഞു, 3 ദിവസം ICU കിടന്നു. റൂമിൽ വന്നപ്പോൾ എൻ്റെ പുറം മുഴുവൻ നനഞ്ഞിരിക്കുക. ഞാൻ വിചാരിച്ചുവല്ലോ ബ്ലഡോ പഴുപ്പോ എന്തെങ്കിലും ആയിരിക്കുന്നു. പക്ഷേ നോക്കിയപ്പോഴേ ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഡോക്ടറെ വിളിച്ച് ചോദിച്ചത് എന്ത് പറ്റിയെന്ന്. ഡോക്ടർ പറഞ്ഞു ഈ ക്ലീൻ ആക്കുന്ന പ്രോസസ്സിൽ ഒരു കയ്യബദ്ധം പറ്റി. നട്ടലിനൊരു കവറുണ്ട്, അതിന് ഡ്യൂറ എന്ന് പറയും, മെഡിക്കൽ ഫീൽഡിലുള്ള ആർക്കെങ്കിലും അറിയാം. അത് അബദ്ധവശാൽ കട്ട് ചെയ്ത് പോയി. ഇതിൽ കൂടിയാണ് ഈ ബ്രെയിനിൽ ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കോടെ ലീക്ക് ഔട്ട് ചെയ്യുന്നതാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ അത് ഹീൽ ചെയ്തോളും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പുറത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങിയത് ഒരു ടാപ്പ് എങ്ങനെ ചെറുതായിട്ട് തുറന്നു വിട്ടാൽ എങ്ങനെ ട്രിപ്പ് ചെയ്യുന്നോ അതുപോലെ വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. പുറം അടച്ച് ബാൻഡേജ് ചെയ്താലും 1 മണിക്കൂർ കൊണ്ട് സ്പോഞ്ച് വെള്ളം വലിക്കുന്ന പോലെ അത്രമാത്രം ജലാംശം എൻ്റെ ശരീരത്തിൽ നഷ്ടപ്പെടാൻ തുടങ്ങി. അവസാനം എന്താ പറയണത്, എൻ്റെ 2-3 ദിവസത്തോടെ അങ്ങനെയൊക്കെ തന്നെ പോയി. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇക്വിലിബ്രിയം, എൻ്റെ ബുദ്ധി തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നോടെ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ദിവസം ICU കിടന്ന് റൂമിൽ വന്നു. ആ ലീക്ക് അവിടെ തന്നെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞു ഇത് നമുക്കൊന്നും ചെയ്യാനൊക്കെയില്ല, ഈ തന്നെത്താൻ ഹീലാകണം, ഈ നമ്മുടെ ശരീരത്തിനകത്ത് പോയി ഒരു ബാൻഡേജും ചെയ്യാനൊക്കെയില്ല, ഇത് തന്നെത്താൻ ഹീലാകാതെ രക്ഷയില്ല, അതുകൊണ്ട് റെസ്റ്റ് എടുക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും 8-10 ദിവസമൊക്കെ കിടന്നു. അവസാനം പെട്ടെന്ന് ഞാൻ അൺകോൺഷ്യസായി, എൻ്റെ ബോധം മറഞ്ഞു. എന്നെ ICUയിലേക്ക് മാറ്റി. എനിക്ക് വേറെ ഇൻഫെക്ഷൻ കയറി പറ്റാതിരിക്കാൻ വേണ്ടി ICUയിൽ നിന്ന് മറ്റ് രോഗികളെല്ലാം പുറത്തേക്കാക്കി. ഡോക്ടർ എൻ്റെ വൈഫിനെയും മൂത്ത മരുമകനെയും വിളിച്ചിട്ട് പറഞ്ഞു ഇത് സെപ്റ്റിസീമിയ ആയിട്ട് മാറി. സെപ്റ്റിസീമിയ കിട്ടിയവർ സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞാൽ ഒരു അണു നമ്മുടെ ബ്ലഡിൽ കയറിപ്പറ്റി, ശരീരത്തിൽ കയറിപ്പറ്റി, അതുമൂലം ബ്ലഡ് മുഴുവൻ ഇൻഫെക്റ്റഡ് ആയിപ്പോയി. സെപ്റ്റിസീമിയ കിട്ടിയവർ സാധാരണ ജീവിച്ചിട്ടുള്ളത് വളരെ വളരെ കുറവാണ്. അദ്ദേഹം പറയുകയാണ് തീർച്ചയായിട്ടും മരിച്ചു പോകും, അഥവാ മരിക്കാതെ കിട്ടിയാൽ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും നടക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു ഡോക്ടർ ചെയ്യാനുള്ള ചെയ്തോ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക. ഡോക്ടറുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹം എറണാകുളം DC ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും വിശ്വസിക്കാത്ത ആളാണ്. അയാൾ വിചാരിച്ചു ഇവൾക്കെന്തോ തലയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് അന്ന് മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ മമ്മിയോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു, എനിക്കൊന്നും ചെയ്യാനില്ല, ഡാഡിയുടെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാം ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവാം, ഞാനും പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹവും പോയി. എൻ്റെ മുറിയിൽ പ്രാർത്ഥന 7 ദിവസം മരിച്ച അവസ്ഥയിൽ ഞാൻ കിടന്നു. ഇതിനകം എൻ്റെ മുറിയിലും വരാന്തയിലും പ്രാർത്ഥനക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിറഞ്ഞു. ഹോസ്പിറ്റലുകാരെന്തുകൊണ്ടോ സമ്മതിച്ചത്. ഇതിനകം ഞാൻ മരിച്ചെന്നും പറഞ്ഞു എനിക്ക് വേണ്ടി പെട്ടി വാങ്ങിക്കാൻ പോയി. വീട്ടിൽ വന്ന് ഫർണിച്ചറൊക്കെ മാറ്റിയിട്ടു. എനിക്ക് വന്ന് ബഹ്റിനൊരു ചർച്ചിൽ ഞാൻ മരിച്ചെന്നും പറഞ്ഞ് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടായി. 7 ദിവസം മരിച്ച അവസ്ഥയിൽ കിടന്നു. എൻ്റെ മക്കളൊക്കെ അടുത്ത് വന്നു നിന്നാൽ അവരെ ഞാൻ കാണുന്നത് ഈ മുഴുപ്പിലാണ്, ഒന്നും അറിയാൻ പാടില്ല. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 7-ാം ദിവസം ഞാൻ കോൺഷ്യസായി. അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഏതൊക്കെ ഇത് തള്ളിയ കേസല്ലേ, നമുക്ക് റൂമിലേക്ക് മാറ്റാം, റൂമെല്ലാം വൃത്തിയാക്കി അങ്ങോട്ട് മാറ്റാം, എന്ന് വെച്ചാൽ എനിക്ക് മറ്റു രോഗികളെ ഉള്ളിൽ കൊണ്ടുവരണം, അല്ലാണ്ട് പറ്റില്ല. അങ്ങനെ റൂമെല്ലാം വൃത്തിയാക്കി എന്നെ റൂമിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ വേറൊരു അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ശരീരം ഇതിൻ്റെ 2 ഇരട്ടിയുണ്ട്. ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നാൽ കൈ രണ്ടും പുറത്ത് കിടക്കും, അതുപോലെ ശരീരം മുഴുവനും വലുതായി. സർവ്വ ഫങ്ഷനും നഷ്ടപ്പെട്ടു, ലിവർ ഫങ്ഷൻ എല്ലാം നാശമായി. എന്നെ ആർക്കും തൊടാൻ പാടില്ല, തൊട്ടാൽ തീയും കൊണ്ട് തൊടുന്ന വേദനയാണ്. എന്നെ തിരിച്ചു കിടത്തുന്നത് ബെഡ്ഷീറ്റിൻ്റെ 4 മൂല പിടിച്ച എന്നുവെച്ചാൽ അതുപോലുള്ള വേദനയാണ്. വേദനയെന്ന് പറഞ്ഞാൽ ഒന്ന് കരയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന. എനിക്കാകപ്പാടെ അനക്കാവുന്ന വിരലുകളാവുള്ളൂ. വേദന വന്നാൽ കരയാൻ പാടില്ല, കരഞ്ഞു കഴിഞ്ഞാൽ മുഖത്തെ പേശി വലഞ്ഞാൽ അത് തന്നെ ശക്തമായ വേദന. അപ്പം മക്കൾ അടുത്തിരിക്കും, വേദനയില്ലാത്ത സമയമില്ല എന്നത് അതിൽ നിന്ന് കമ്പയർ ചെയ്യാനൊന്നും ഈ ലോകത്ത് ഞാൻ പറഞ്ഞില്ല, അതുപോലെ ശാരീരികമായ വേദന. എൻ്റെ മക്കളടുത്തിരിക്കും, അവരെ കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ച് എൻ്റെ വേദന റിലീസ് ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം മക്കൾ പറയും ഡാഡി കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലല്ലായിരുന്നു ഞാൻ.
അന്ന് എൻ്റെ മക്കൾ എൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു പാട്ട് പാടുമായിരുന്നു. അഴലേറും ജീവിതം അരുവിൽ എന്നുള്ള പാട്ട്. ഈ പാട്ട് പാടി എൻ്റെ മക്കൾ എന്നെ ആശ്വസിപ്പിച്ചു. ഏകദേശം ഒരു മാസത്തോളം ആ ഒരവസ്ഥയിൽ കിടന്നു. ഒരു സെക്കൻഡ് പോലും വേദനയില്ല. അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഈ പാട്ടും പ്രാർത്ഥനയായിരുന്നു എൻ്റെ ആശ്വാസം. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയായിട്ട് പിന്നെയും ഏകദേശം ഒരു മാസത്തോടെ കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഈ ലീക്ക് നിന്നു. എൻ്റെ ശരീരം ചെറുതായി, വേദന കുറഞ്ഞു. വീണ്ടും ബെഡിൽ മലന്ന് കിടക്കാൻ തുടങ്ങി. സ്പൂണ് കൊണ്ട് കഞ്ഞിവെള്ളമോ ജ്യൂസോ എന്തെങ്കിലും തരും. വൈഫോ മക്കളെ ആരെങ്കിലുമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പോവും. ഡോക്ടർ പറഞ്ഞ് തീർച്ചയായിട്ടും മരിച്ചു പോകുന്ന. അത് നടന്നില്ല. ഇനി നടക്കാൻ പറ്റുമെന്നറിയാതെ കിടന്നു ഹോസ്പിറ്റൽ ബെഡിൽ. 9 മാസം ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നു. അവസാനം 9ാമത്തെ മാസം ഡോക്ടർ വന്നു. അദ്ദേഹം പറഞ്ഞു, രാവിലെ എന്ന് പറഞ്ഞു, തലേന്ന് പതുക്കെ പൊക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞു. പതുക്കെ ഒന്ന് പൊക്കിയപ്പോഴത്തേക്ക് എൻ്റെ നടുവിന് ഭയങ്കര വേദന. എനിക്ക് തോന്നുന്നത് അന്നത്തെ എൻ്റെ കരച്ചിൽ ആ ഹോസ്പിറ്റൽ മുഴുവനും കിട്ടുന്ന ഒന്ന്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ പറയാ, നമ്മുടെ ശക്തമായ പ്രാർത്ഥന കൊണ്ടല്ലേ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത്. ഇനിയും പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ മുറിയിൽ നിന്ന് പോയി. അന്ന് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം തന്നെ പ്രവർത്തിച്ചു. ബഹ്റിൽ നിന്നൊരു ദൈവദാസൻ എൻ്റെ മുറിയിൽ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, പോളറീസിന് അസുഖമാണെന്ന് കേട്ടപ്പോൾ ഞാൻ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയറായിരുന്നു. 19ാമത്തെ ദിവസം ദൈവം എന്നോട് സംസാരിച്ചു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോളിനെ എഴുന്നേൽപ്പിക്കാൻ, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോ പാസ്റ്റർ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കണമെന്ന്. അന്ന് 9 മാസം കൂടി ആദ്യമായിട്ട് എൻ്റെ വൈഫിൻ്റെയും അദ്ദേഹത്തിൻ്റെയും തോളിൽ കൈപിടിച്ച് നടന്ന് 5-6 മുറി അങ്ങാവശ്യം പോയി ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ തിരികെ വന്ന് കിടന്നു. അപ്പോഴത്തേനും ഇത് ഹോസ്പിറ്റലിൽ തന്നെ ഒരു അത്ഭുതമായി. എന്ന് വെച്ചാൽ അവിടുത്തെ അച്ഛന്മാരും കന്യാസ്ത്രീകളും എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. ഇവരെല്ലാം ഇങ്ങോട്ട് ഓടിക്കൂടി എന്താ പോലെ നടന്നെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് നടക്കാൻ പറഞ്ഞു, ഞാൻ നടന്നു. ഇതാണ് എൻ്റെ ദൈവം എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച കഥ. അവിടെയും ദുഃഖകരമായൊരു പ്രശ്നമുണ്ടായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത് ജോർജ് മാത്യു എന്ന് പറഞ്ഞ് റാന്നി എന്നുള്ള ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം ബഹ്റിലായിരുന്നു. അദ്ദേഹം എയർ ട്രാഫിക് കൺട്രോൾ ജോലിയായിരുന്നു. ഞാൻ എഴുന്നേറ്റതിൻ്റെ 2ാമത്തെ ദിവസം അദ്ദേഹം റാന്നിയിൽ നിന്ന് പുനലൂർക്ക് പോകുന്ന വഴി കുമ്പഴ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ലല്ലോ. വീണ്ടും ഇരുന്നും കിടന്നുമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ 1 മാസത്തോടെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നു. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ വേറൊരു അധ്യായം ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ 2 ഫാക്ടറികളും പൂട്ടിക്കിടക്കുന്നു. 85 വർക്കേഴ്സിന് പകുതി ശമ്പളം കൊടുത്ത് വീട്ടിൽ നിർത്തി. എന്താ, ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ 1.5 വർഷം ക്രൂസൈഡാണെന്നും പറഞ്ഞ് ഒരു ദിവസം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ അടുത്ത 1 വർഷം അസുഖമായിട്ട് ഹോസ്പിറ്റലും 2.5 വർഷം ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ മനസ്സിലായി. 2ഉം പൂട്ടി. കണക്ക് നോക്കാൻ പറഞ്ഞു. നോക്കി കണ്ടപ്പോൾ 5 കോടി രൂപ കടം. എൻ്റെ പഴയ CD-യിൽ 2 കോടി എന്നാണ് പറഞ്ഞാൽ, അത് പ്രത്യേക കാരണം കൊണ്ട്. പക്ഷേ 5 കോടി രൂപ കടം. ശരീരവേദന എത്ര ശക്തമായെന്ന് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് കരയാൻ പോലും പാടില്ലാത്ത വേദന, അതുപോലുള്ള വേദന. പക്ഷേ സാമ്പത്തികമായി കടം വന്നിട്ടുള്ള ആരെങ്കിലും എൻ്റെ മുമ്പിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും, നമ്മുടെ ശരീരവേദനയെ കമ്പയർ ചെയ്യാൻ ഒരു സാമ്പത്തിക വേദനയ്ക്ക് പറ്റില്ല. സാമ്പത്തികമായി കടം വന്നാൽ അതിൻ്റെ നിന്ന, പരിഹാസം, ഒറ്റപ്പെടുത്തൽ എത്രയുണ്ടെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർക്കാണ്. ശരീരത്തിൽ വേദന വന്നാൽ മരുന്ന് നമ്മളെ സഹായിക്കും. സാമ്പത്തികമായി കടം വന്നാൽ അതിൻ്റെ ഒറ്റപ്പെടുത്തൽ, ആ വേദന ഏറ്റവും മോശമായ വേദനയാണ്. എൻ്റെ ഭവനത്തിൽ വരുന്നത് ഞാൻ കടം വാങ്ങിച്ചവർ തിരിച്ചു ചോദിക്കാൻ, അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് പോലീസുകാരെ, അല്ലെങ്കിൽ ജപ്തിയും കൊണ്ട് അമീന്മാരെ, ഇവരെയൊക്കെ വായിൽ നിന്ന് വരുന്ന ഭാഷ കേട്ടിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. എന്തിനേറെ പറയുന്നു, എൻ്റെ ഭവനത്തിലേക്ക് റോഡിൽ നിന്ന് കല്ലെറിയുന്ന ഒരവസ്ഥയുണ്ടായി. എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്കിങ്ങനെയൊന്നും പോയാൽ പോരാ, നമുക്ക് കാനഡയ്ക്ക് തിരിച്ചു പോവാം, പോയി ജോലി ചെയ്ത് കടം തീർക്കാം. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, നിങ്ങൾ പൊക്കോ, ഞാൻ വരികയില്ല. എന്ന് വെച്ചാൽ ഞാൻ വന്നാൽ അടുത്ത് കേൾക്കാൻ പോകുന്നത് മാന്യനായിട്ട് മർദ്ദവമായി നടന്നെടുത്തൻ പെന്തിക്കോസിൽ വന്നു, വലിയൊരു ക്രൂസൈഡൊക്കെ നടത്തി, അവിടെയും കുറേ കട്ടു. അത് കഴിഞ്ഞ് നാട് മുഴുവൻ കടം വരുത്തി ഒളിച്ചോടി എന്നുള്ളൊരു പേര് ദോഷം ഞാൻ നിൽക്കുന്ന സമൂഹത്തിന് വരും. അതുകൊണ്ട് ഞാൻ വരികയില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ വൈഫും മക്കളും കൂടെ കാനഡയ്ക്ക് പോയി. ഞാനിവിടെ ഒറ്റയ്ക്കായി.
നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, വാഹനം 3 നഷ്ടപ്പെട്ടു. ഗേറ്റ് പൂട്ടിയിടും, ഗേറ്റ് പൂട്ടിയിടും. എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ ചെയറിലിരുന്ന് ഞാൻ ആ ഗേറ്റിലേക്ക് നോക്കി ഇരിക്കാൻ തുടങ്ങി. എത്ര ആഴ്ച എന്ന് പറഞ്ഞല്ലേ, രാത്രി ലൈറ്റ് പോലും എൻ്റെ ഭവനത്തിൽ ഇടിയല്ല. എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് എൻ്റെ കടക്കാർ കയറി വരും. ഞാൻ ആ കസേരയിരുന്ന് എൻ്റെ സമയം കഴിച്ചു. ഒറ്റയ്ക്ക് ഒരു വ്യക്തി ഇരിക്കുന്നു. നിങ്ങളും ചിന്തിക്കുക, ശാരീരികമായി സുഖമില്ല, 5 കോടി രൂപ കടം, ആശ്വസിപ്പിക്കാൻ ഭാര്യയോ കുഞ്ഞുങ്ങളോ അടുത്തില്ല. എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. പക്ഷേ ഒരു സെക്കൻഡ് പോലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ എൻ്റെ ദൈവം എനിക്ക് അവസരം തന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ പ്രത്യാശ, എൻ്റെ ദൈവം തന്നെ ആ പ്രത്യാശ എന്നത് എനിക്കറിയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിതിൽ നിന്ന് കയറിപ്പോരും പറയാം. ആ ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഇതിനോടകം എൻ്റെ ഭാര്യയും മക്കളും അവിടെ പോയി മാക്സിമം ബുദ്ധിമുട്ടാവുന്ന എൻ്റെ ബുദ്ധിമുട്ടി. ഈ ഭവനത്തിൽ പോയവർ മാന്യമായി അവിടെ ജീവിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെ അവരും വളരെ ബുദ്ധിമുട്ടി. അത് അന്നൊന്നും അവരെ എന്തെല്ലാം കഷ്ടതയ്ക്കൂടെ അന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാം, ഞാനും ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി. ഏകദേശം 2 വർഷം ഞാൻ ഈ കസേര ബെഡിലുമായിട്ട് എൻ്റെ ഈ ഭവനത്തിലിരുന്നു. ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല. ഒറ്റപ്പെടുത്തലിൻ്റെ അവസ്ഥ നിങ്ങളും ചിന്തിക്കുക. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. എൻ്റെ ശരീരമൊക്കെ ഒരു ഇത് അനങ്ങാറായി. ഞാൻ എൻ്റെ കമ്പനി 2ഉം റീഓപ്പൺ ചെയ്തു. കമ്പനി പോകാൻ കാറില്ല. 3 കാറുണ്ടത് വ്യക്തിക്ക്, കാറില്ല. ടാക്സി എടുക്കാൻ 10 രൂപ പോക്കറ്റിലില്ല. ഓട്ടോറിക്ഷയിൽ പോകാൻ നടുവ് സമ്മതിക്കില്ല. അവസാനം ബസ് സ്റ്റോപ്പ് വരുന്ന നടന്ന് ബസ്സിൽ പിടിച്ച് നിൽക്കും. ഇരിക്കാനൊക്കെയല്ല, ഇരുന്ന് കഴിഞ്ഞാൽ നടുവ് തട്ടും. അതുകൊണ്ട് അങ്ങനെ പോയി കുറച്ച് നേരം കമ്പനിയിലൊക്കെ പോയി തിരിച്ചു വരും. അന്ന് ആഗ്രഹിച്ചു, കർത്താവേ ഒരു കാറുണ്ടായിരുന്നു എത്ര നല്ലായിരുന്നെന്ന്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ദൈവം കേൾക്കില്ല കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വിഷയം നമുക്ക് അനുവദിച്ചു തന്നാൽ അത് നമ്മൾ അനുഭവിക്കാവുന്ന അവസ്ഥയിലാണോ എന്ന് നമ്മളെ നോക്കിയ ശേഷം മാത്രമേ ദൈവം അനുഗ്രഹങ്ങൾ തരുള്ളൂ. അന്നൊരു കാറ് കിട്ടിയാൽ എനിക്ക് തന്നെത്താൻ ഓടിക്കാൻ പാടില്ല. എൻ്റെ കഴുത്ത് ഇതിങ്ങനെ തിരിയുള്ളൂ, സ്റ്റിഫായിട്ടിരിക്കുക. 2000 രൂപ കൊടുത്തിട്ട് ഡ്രൈവറെ വയ്ക്കാനുള്ള വണ്ടിയും കിട്ടിയില്ല. പിന്നെയും 2-3 മാസമൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭവനത്തിൻ്റെ വരാന്തയിൽ പുറത്തിറങ്ങി ഇരിക്കാൻ കൊതിച്ച വർഷങ്ങൾ എനിക്കുണ്ട്. എന്നുവെച്ചാൽ ആ ഗേറ്റിൽ കിടന്ന് ഞാൻ കാണാൻ പോകുന്ന വ്യക്തി ആരാണെന്നുള്ള ഭയം. എന്തിനോ ഒരു ദിവസം വൈകുന്നേരം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ദേവിക്കുന്നു ഗേറ്റിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി. ഞാൻ വിചാരിച്ചു അറസ്റ്റ് വാറണ്ട് പോലീസുകാരുടെ മുമ്പ് പോയിട്ടു, ഇനി ഓടാൻ ഒക്കെയല്ലോ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്, ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്, നിങ്ങൾ നടത്തിയ മീറ്റിങ്ങിൽ എന്നും ഞാൻ വന്നിട്ടുണ്ട്, ആ മീറ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അന്ന് മുതൽ നിങ്ങളെന്ന് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇന്നാ പറ്റിയെന്ന് പറഞ്ഞു. എനിക്കും സന്തോഷമായി. അദ്ദേഹം അകത്ത് വന്നിരുന്നു, വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, പോളിന് 2-3 കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇപ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ വാഹനമൊന്നുമില്ല. അയാൾ പറയാം, എന്നോനോ പോൾ കാറില്ലാതെ നടക്കാൻ നോക്കിയാലാ. ഞാനൊരു ഇൻഡിക്ക കാർ കൊണ്ടുവന്നിട്ടുണ്ട്, അത് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഇതിൻ്റെ പണം മുഴുവൻ ഞാൻ ബാങ്കിൽ അടച്ചിട്ടുണ്ട്, ഇതിവിടെ കിടന്നോട്ടെ, ഇതിൻ്റെ പണം ഉണ്ടാകുമ്പോൾ പലിശയില്ല തന്നാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് താക്കോലെടുത്ത് തന്നു. എൻ്റെ അമ്മയോ അപ്പനോ ചേട്ടനോ അനിയനോ ആരുമല്ല, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉപയോഗിച്ച്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ ആളുടെ പേര് തന്നെ പറയാം. അദ്ദേഹം തിരുവല്ലയിൽ അറിയപ്പെടുന്ന റെഡീഷിലെ രാജു എന്നാണ്. പിന്നെ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നം പ്രതിസന്ധി വരുമ്പോഴാണ് പിശാച് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ഞാനിരുന്ന് ശരിയടാ മാന്യനായിട്ട് മർദ്ദവമായി നടന്ന ഞാൻ ഈ പെന്തിക്കോസ് വന്നു, എന്നാ പറ്റുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ടൊരു മീറ്റിങ്ങൊക്കെ നടത്തി. പിശാച് എന്നോട് ചോദിക്കുക, ഇതിൽ നിന്ന് ആർക്ക് എന്ത് മെച്ചം കിട്ടിയെന്ന്. എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് വന്ന നഷ്ടങ്ങളാണ്. നീ രോഗിയായി, നിനക്ക് കള്ളെന്നുള്ള പേരുദോഷം കിട്ടി, നിൻ്റെ വാഹനങ്ങൾ നശിച്ചു, ഇതിൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടു, കടക്കാരനായി, ഇതിൻ്റെ കുടുംബം ലോകത്തിൻ്റെ 4 ഭാഗത്ത്, ഇതിന് ആർക്ക് മെച്ചം കിട്ടി? ശരിയല്ലേ? ഇത് എൻ്റെ തലക്കെട്ട് അടിച്ചു. ആ ദേഷ്യത്തിന് 2 ആഴ്ച ചർച്ചിൽ പോയില്ല. എന്താ പ്രാർത്ഥന എന്താണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു. പക്ഷേ 3-ാമത്തെ ആഴ്ച എൻ്റെ ദൈവം എന്നെ സമ്മതിച്ചില്ല. ഞാൻ പോകാത്തൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സാക്ഷിയൊന്നും പറയാനുള്ള മൂഡിലല്ല, അല്പം ആരാധനയ്ക്ക് വന്നതെന്ന് പറഞ്ഞു. സാക്ഷ്യത്തിൻ്റെ സമയം വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പോൾ സാർ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സാക്ഷ്യം പറയുന്നില്ല, പക്ഷേ ഇന്ന് ഡോക്ടർ ജോയി സാക്ഷ്യം പറയും.
പാസ്റ്റർ പറയുക, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. പാസ്റ്റർ പറയുക, ഡോക്ടർ ജോയ് വിശ്വാസി വന്നിട്ട് 1 വർഷമായി, ഇതേവരെ ശരിക്ക് സാക്ഷ്യം പറയാൻ സമയം കിട്ടിയില്ല. അടുത്ത ആഴ്ച അദ്ദേഹം ഗൾഫിൽ പോകുന്നതുകൊണ്ട് ഇന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് സമയം കൊടുക്കുകയെന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനോട് സ്റ്റേജിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് കൊച്ചിയിലാണ്, ഞാൻ ഡോക്ടറാണ്, എൻ്റെ ഫാദർ ഡോക്ടറാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഡോക്ടറാണ്. അങ്ങനെയൊക്കെ നല്ല രീതിയിലിരിക്കുമ്പോൾ 1995 എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ ആക്സിഡൻ്റ് എൻ്റെ അരക്കൊക്കെ വിട്ട് തളർന്നുപോയി. ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയനുസരിച്ച് പോയി ട്രീറ്റ് ചെയ്യുന്നിടത്തൊക്കെ പോയി ട്രീറ്റ് ചെയ്തു, പക്ഷേ തളർന്നുപോയി. അങ്ങനെ വളരെ ചെറുപ്പക്കാരൻ, 30 വയസ്സുള്ളൂ. അദ്ദേഹം പറയാം, എൻ്റെ അങ്ങനെ വളരെ വേദനയോടും നിരാശയോടും കൂടി എൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ 1998 റെയ്നാർഡ് ബോംഗെ എറണാകുളത്ത് വന്ന് മീറ്റിംഗ് നടത്തി. അവിടെ വെച്ച് ഞാൻ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചെന്ന് എൻ്റെ മുമ്പിൽ സാക്ഷ്യം പ്രകടിപ്പിച്ചു. ആത്മീയമായിട്ട് പോലും തളർന്നിരുന്ന അവസ്ഥയിൽ ഞാൻ പോകാത്തൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി തലേ ദിവസമേ എനിക്ക് വേണ്ടി ഒരു സാക്ഷ്യത്തെ ഒരുക്കിക്കൊണ്ടുവന്ന കർത്താവ്. ആ ദൈവത്തിൻ്റെ കരുതൽ എത്രയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ തന്നെ എൻ്റെ തലക്കിട്ടടിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ഇത്രമാത്രം അവിശ്വസിച്ചല്ലോ എന്ന്. പിന്നെ കേരളത്തിൻ്റെ കാര്യമല്ലേ, 2 വർഷം പൂട്ടിയിട്ട കമ്പനി ഓപ്പൺ ചെയ്താൽ വർക്കേഴ്സ് ഉഴപ്പാൻ തുടങ്ങി, വർക്ക് ചെയ്യില്ല. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാ, നിങ്ങളെ സഹായിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോകാം. 1 മാസത്തോടെ സമയം കൊടുത്തു, എവിടെ സഹകരിച്ചില്ല. അവസാനം കമ്പനി രണ്ടും ഇവിടെ നിന്ന് പൂട്ടി കോയമ്പത്തൂർ കൊണ്ടുവന്നു വെച്ചു. കോയമ്പത്തൂർ പോയി ഒരു വലിയ ബിൽഡിങ്ങൊക്കെ ഏർപ്പാട് ചെയ്തു. പക്ഷേ എൻ്റെ മെഷീനിരിക്കുന്നത് 10-50 ടൺ ഭാരമുള്ള മില്ലിംഗ് മെഷീൻ, ലേത്ത്, ഇതൊക്കെയാണ്. ഇതിരിക്കുന്നതോ ചേർത്തലയിലും കളമശ്ശേരിയിലും, ലോകത്തിലെ യൂണിയൻ്റെ കേന്ദ്രങ്ങളിൽ. തൊട്ടു കഴിഞ്ഞാൽ കൊല്ലിയല്ലേ. പക്ഷേ എനിക്കിപ്പോഴും ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് നടന്നതെന്ന് പറയാനും അറിയാൻ പാടില്ല. 2 രാത്രി കൊണ്ട് സർവ്വ മെഷീനറിയും ഇവിടുന്ന് കോയമ്പത്തൂർ പറ്റി. ഒറ്റ ആൾ പറഞ്ഞില്ല. തിങ്കളാഴ്ച എൻ്റെ ഫാക്ടറി നോട്ടീസ് ഇട്ടു, കമ്പനി പൂട്ടിയെന്ന്. അപ്പോഴാണ് എൻ്റെ വർക്കേഴ്സ് തന്നെ അറിയുന്നത് പൂട്ടിയെന്നുള്ളത്. അന്ന് തന്നെ കോയമ്പത്തൂരും കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ഞാനിവിടുന്ന് പോയത് ഒരു കട്ടിൽ, പിന്നെ നമ്മുടെ ചർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പായില്ലേ, അതുപോലൊരു പാ, ഒരു സ്റ്റീൽ പ്ലേറ്റ്, ഒരു സ്റ്റീൽ ഗ്ലാസ്സുമായിട്ട് പോയി എൻ്റെ കമ്പനിയുടെ മൂലയിൽ ആ കട്ടിലും പായും ഇട്ട് അവിടെ കിടന്ന് ജോലി ചെയ്യിക്കാൻ തുടങ്ങി. എൻ്റെ വർക്കേഴ്സ് ഉണ്ടാക്കി തന്ന കഞ്ഞിയും പയറും കപ്പയും മുളക് അരിച്ചും കഴിച്ച് 2 വർഷം അവിടെ കിടന്ന് ഞാൻ ജോലി ചെയ്യിച്ചു. വളരെ വേദനിച്ചു കേട്ടോ. എയർ കണ്ടീഷൻ കാറിലും റൂമിലും ഒക്കെ കിടന്ന് പഠിച്ച് ഞാൻ കിടക്കുന്ന കമ്പനിയുടെ ഫ്ലോറിൽ പൊടിയടിച്ച്. പക്ഷേ അന്നും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ഐ വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എന്നെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അന്ന് ഞാൻ സാക്ഷ്യം പറയാൻ പോകുമായിരുന്നു. പറ്റുന്നിടത്തൊക്കെ പോയി പറയും, എൻ്റെ കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടിച്ച്. കടമുണ്ടെന്ന് പറയല, കടമുണ്ടെന്ന് പറഞ്ഞാൽ പിരിക്കാൻ ഇറങ്ങിക്കണമെന്ന് പറയും, അതുകൊണ്ട് അത് പറയല. പക്ഷേ എൻ്റെ ദൈവം എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഇതിങ്ങനെ ഞാനും ഓടാൻ തുടങ്ങി, എൻ്റെ ദൈവവും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ചില പ്രത്യേകമായ അവസ്ഥകളാണ്. ഇതിന് നിങ്ങൾ പ്രോസ്പെരിറ്റി ആയിട്ട് കണക്ക് കൂട്ടരുത്. ദൈവം ചെയ്ത നന്മകളാണ്. ഞാൻ ആവശ്യത്തിന് സഫർ ചെയ്ത ശേഷം എൻ്റെ ദൈവം ചെയ്ത നന്മകളാണ്. 1, ആദ്യത്തെ 2 വർഷം കൊണ്ട് എൻ്റെ അത്യാവശ്യമുള്ള 2 കോടി രൂപയും കടം തീർക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചു. പിൽക്കാലത്ത് സർവ്വകടങ്ങളും തീർത്ത് പൊള്ളാച്ചിയിലെ 25 ഏക്കർ തെങ്ങും തോട്ടം വാങ്ങിക്കാനുള്ള പണവും മിച്ചം തന്നു. തീർച്ചയായിട്ടും മരിച്ചു പോകും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും നടക്കുകയെന്ന് പറഞ്ഞ ഞാൻ അതിന് ശേഷം ഏകദേശം ഇപ്പോഴത്തെ കണക്കൂട്ട് പ്രകാരം 6.5 ലക്ഷം കിലോമീറ്റർ തന്നെത്താൻ വണ്ടി ഓടിച്ചു. ഇപ്പോഴും ഞാൻ ഡ്രൈവർമാരെ ഉപയോഗിക്കാറില്ല. കോയമ്പത്തൂരിൽ നിന്ന് വിട്ടാൽ ഇവിടെ നിർത്തും, എറണാകുളത്ത് വരും. അതേ രീതിയിൽ ആഴ്ച 2 പ്രാവശ്യം 1-2 പ്രാവശ്യമൊക്കെ കോയമ്പത്തൂർ പോവും. പറ്റുന്നിടത്തൊക്കെ തന്നെത്താൻ വണ്ടി ഓടിച്ചു പോകാനുള്ള ആരോഗ്യം തന്നു. അതുപോലെ 2-3 വർഷം 4-5 വർഷം മുമ്പ് കാനഡയിൽ ഒരു ദിവസം പോയപ്പോൾ താമസിക്കുന്നിടത്ത് മോളുടെ ഓഫീസിലേക്ക് നടക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ വൈഫ് വഴിയൊക്കെ പറഞ്ഞു, പക്ഷേ എൻ്റെ വഴി തെറ്റിപ്പോയി. ഞാനിങ്ങനെ എൻ്റെ വാശിക്ക് ഞാനും നടക്കാൻ തുടങ്ങി. നടന്ന് ഒരു 3-3.5 മണിക്കൂറാണ് നടന്നു. അവസാനം മോളുടെ ഓഫീസിൽ ചെന്നു. അപ്പോഴത്തേനും മോള് പോലീസിൽ വിളിച്ച് പറഞ്ഞു ഡാഡിയെ കാണാനില്ലെന്ന്. ചെന്ന വഴി മോള് പറഞ്ഞു, ഡാഡിയെ ഞാൻ വീട്ടിൽ കാറെ കൊണ്ടുവിടാം. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ വന്ന വഴിക്ക് തന്നെ വിടാൻ പറഞ്ഞു. അന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേ ഞാൻ നടന്ന ദൂരം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? 5 കിലോമീറ്റർ അല്ല, 10 അല്ല, 16 കിലോമീറ്റർ നിർത്താതെ ഈ തളർന്ന കാലം കൊണ്ട് നടക്കാനുള്ള ആരോഗ്യം എൻ്റെ ദൈവം തന്നു. ഇപ്പോഴും 5-6 കിലോമീറ്റർ നടക്കാൻ ഉള്ള ആരോഗ്യം ദൈവം തരുന്നുണ്ട്.
പിന്നെ ഈ സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഇൻഫെക്ഷൻ, അതിന് തരുന്നത് അതിശക്തമായ ആൻറ്റിബയോട്ടിക്സാണ്. 100 കണക്കിന് ഇഞ്ചക്ഷൻ എൻ്റെ 2 സൈഡിലും. നേഴ്സസ് മത്സരമായിരുന്നു, രാവിലെ വൈകുന്നേരം വന്ന് താങ്ങിട്ട് പോകും, ഉച്ചയ്ക്ക് അനുവദിച്ചാൽ ഒന്നോടെ താങ്ങും. അതേ രീതിയിൽ 100 കണക്കിന് ഇഞ്ചക്ഷൻ ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ വന്നു. ഇത്രമാത്രം ആൻറ്റിബയോട്ടിക്സ് എൻ്റെ ശരീരത്തിലേക്ക് കയറിയപ്പോൾ എൻ്റെ ബ്രെയിനിനെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ബ്രെയിൻ ചൂടാകാൻ തുടങ്ങി, എൻ്റെ മുടി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് എൻ്റെ മുടി കളയാനായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ എൻ്റെ തലയിൽ ഒരു മുടി പോലുമില്ല. എനിക്ക് ഈ പ്രായത്തിൽ ഇതിൽ കൂടുതൽ വയ്ക്കാത്ത മുടി തരണോ? അതൊരു തലമുടി നാര് പോലും നഷ്ടപ്പെടാൻ അനുവദിക്കാത്ത എൻ്റെ കർത്താവ് ഇനിയുണ്ട്. ഈ എൻ്റെ നഷ്ടപ്പെട്ട 3 കാറുകൾക്കൊരു വേറെ 4 കാറുകൾ, അതൊന്നും ഇതിൽ പ്രസക്തിയില്ല. എന്നാലും ഞാൻ ഓരോ നഷ്ടങ്ങളുടെയും ദൈവം തന്നതിനെപ്പറ്റി പറയാം. വേറെ ഒരു വലിയൊരു അത്ഭുതകരമായൊരു കാര്യം ഉണ്ടായി. 2002 ഞാൻ എറണാകുളത്ത് നിന്ന് ഒളിച്ചോടിയ വ്യക്തിയാണ്, കല്ലെറിയപ്പെട്ട വ്യക്തിയാണ്, കള്ളന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ്, ഒറ്റപ്പെടുത്തിയ വ്യക്തിയാണ്. ഈ എന്നെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ദൈവം മാനിച്ചത് കോയമ്പത്തൂരല്ല. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെന്നെ എറണാകുളത്ത് കൊണ്ടുവന്ന് ഞാൻ 98 നടത്തിയ മീറ്റിങ്ങിനേക്കാളും വലിയൊരു മീറ്റിംഗ് എന്നെക്കൊണ്ട് തന്നെ നടത്താൻ എൻ്റെ ദൈവം അവസരമൊരുക്കി. മീറ്റിങ്ങും ക്രൂസൈഡും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എറണാകുളത്ത് അപമാനിച്ചിട്ട് കോയമ്പത്തൂർ കൊണ്ട് മാനിക്കുന്നതല്ല നമ്മുടെ ദൈവം. നീ എവിടെ അപമാനിക്കപ്പെടുന്നുവോ അവിടെ തന്നെ മാനിക്കുന്ന ദൈവം. എറണാകുളത്ത് നീ അപമാനിക്കപ്പെട്ടോ, എറണാകുളത്ത് തന്നെ മാനിക്കുന്ന ദൈവം. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. അവിടെയും ഈ 2ാമത്തെ ക്രൂസൈഡിലും ഏകദേശം 1.5 കോടി രൂപകളും കടം വന്നു. ഞാൻ പറഞ്ഞത് ഇത് സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമെന്ന് ഓർത്തു. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതും കൊടുക്കുന്നതും ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല. അതെൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ സമയമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുപാടുകൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. മനസ്സിലായില്ലേ? അതെന്ന് വെച്ചാൽ ആ ക്രൂസൈഡിൽ ഏകദേശം 1.5 കോടി രൂപ, 4 വർഷം അതിന് കേസും അറസ്റ്റ് വാറണ്ടും അല്ലെങ്കിൽ ജയിൽ ശിക്ഷയൊക്കെ ആയിട്ട് കഴിഞ്ഞു. എന്നെയും ഒരു പാസ്റ്ററേയും 1 വർഷത്തേക്ക് ജയിൽ ശിക്ഷ കോട്ടയത്തൊരു കോടതിയിൽ നിന്ന് വിധിച്ചു. അവിടെയും ജാമ്യം എടുത്ത് നടന്നു. അവസാനം എൻ്റെ വീടോ പൊള്ളാച്ചിയിലുള്ള സ്ഥലമോ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ പൊള്ളാച്ചിയിലുള്ള സ്ഥലം വിറ്റ് സർവ്വ കടങ്ങളും ക്രൂസൈഡിൽ വന്ന് തീർത്തു. ഞാൻ അവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 4 വർഷം കൊണ്ട് എൻ്റെ കമ്പനിയുടെ ടേൺ ഓവർ ഓൾമോസ്റ്റ് 0 ആയി. കമ്പനി ഞാൻ പറഞ്ഞു പിള്ളേരോട്, അവിടുത്തെ വർക്കേഴ്സിനോട് പറഞ്ഞു, നിങ്ങളെടുത്തോ, എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി. അവർ പറഞ്ഞു നോ, സാറ് തന്നെ നടത്തിയാൽ മതി, അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾക്ക് തന്നാൽ മതി. ആ വർഷമാണ് എൻ്റെ പൊള്ളാച്ചിയുടെ സ്ഥലം വിറ്റ് കടം തീർത്തത്. പിറ്റേ വർഷം മുതൽ എൻ്റെ ടേൺ ഓവർ, കമ്പനിയുടെ ടേൺ ഓവർ 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ആ കർത്താവിൻ്റെ എന്താ പറയുന്നത്, ആർക്കും കടക്കാരനുള്ള അല്ലെന്നുള്ളതിൻ്റെ പ്രൂഫാത്. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം അത് കണക്കിടാതിരിക്കണം. എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും, നമ്മളെ മനസ്സ് മടുപ്പിക്കുന്ന പ്രശ്നങ്ങൾ വരും. ഇതൊന്നും നമ്മൾ മറ്റുള്ളവരെ ദൈവത്തിന് വേണ്ടി നേടുന്നതിൽ നിന്ന് നമ്മളെ പിന്മാറ്റരുത്. ഇപ്പോഴും എൻ്റെ ഈ സാക്ഷ്യം ഏകദേശം 1500 പേരെ ഈ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി സ്വന്തം രക്ഷിതാവും പിതാവും കർത്താവുമായി സ്വീകരിക്കാനുള്ള അവസരം എൻ്റെ സാക്ഷ്യത്തിൽ കൂടി അവർക്കുണ്ടായിട്ടുണ്ട്. ഇതിനകം എനിക്ക് 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, പ്രോസ്റ്റേറ്റ് ക്യാൻസർ സൗഖ്യമായി. അങ്ങനെ അതൊക്കെ വഴി നടക്കും. പക്ഷേ ഈ പ്രതിസന്ധികളൊന്നും എന്നെ തളർത്താൻ പറ്റിയില്ലെന്ന് എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചു. എൻ്റെ ദൈവത്തിന് പറഞ്ഞല്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും എന്നെ പരാജയപ്പെടുത്താൻ ഒക്കെയല്ലെന്ന് നമ്മൾ ചില പാഠങ്ങൾ കൂടി പഠിപ്പിക്കും. ദൈവത്തിന് പരാജയപ്പെടുത്താം, പക്ഷേ ഒരു വ്യക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ ഒക്കെയില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ഏതെല്ലാം പ്രതിസന്ധി എന്നാണ് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവം അതിനാണ് നമുക്ക് ആയുസ്സും ആരോഗ്യവും മറ്റ് ചുറ്റുപാടുകളും പണവും തന്നിരിക്കുന്നത്. അത് ദൈവത്തിന് വേണ്ടി, ആദ്യം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ദൈവം അതിൽ നിന്ന് നമ്മളെ വഴി നടത്തും. എനിക്ക് ഇത്രയും അനുഭവ സാക്ഷ്യത്തിൽ കൂടിയും വചനത്തിൽ കൂടിയും നിങ്ങളോട്
പങ്കുവയ്ക്കാൻ തന്ന അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും ചിന്തിക്കുക, ഒരു വിടുവിക്കുന്ന ദൈവമുണ്ട്. വേറെ ഒരുത്തിനും രക്ഷയില്ല. രക്ഷ ദൈവത്തിൽ മാത്രം. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൽ മാത്രം, നമുക്ക് വേണ്ടി ജീവൻ തന്ന ദൈവത്തിൽ മാത്രം. അതുകൊണ്ട് നിരാശപ്പെടരുത്. നിങ്ങളെ കരുതുന്ന ദൈവമുണ്ടെന്ന് വീണ്ടും ഉറപ്പ് തന്നുകൊണ്ട്, നിങ്ങൾ ഇത്രയും എന്നെ ശ്രമിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും വിളിക്കാം. പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിൽ, പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മിസ് കോൾ തന്നാൽ മതി, ഞാൻ തിരികെ വിളിച്ചോളാം. എന്താണേലും ആശ്വസിപ്പിക്കാൻ ദൈവമാണ് ഏറ്റവും വലിയ ആശ്വാസദായകൻ. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രശ്നങ്ങൾക്കും ആൻസർ അല്ലെങ്കിൽ അതിന് മറുപടി ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമെന്ന് വിശ്വസിക്കുക. ആ ദൈവത്തെ, ആ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുക. സ്വന്തം രക്ഷിതാവും പിതാവും കർത്താവുമായി സ്വീകരിക്കുക. നമ്മൾക്ക് ചെയ്യാവുന്ന ലിമിറ്റുണ്ട്, പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സ്വർപ്പൂരം നീയണയും വരെയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ